ബ്രോ ഞാൻ ഒരു ഐപാഡ് വാങ്ങിയാൽ അതെനിക്ക് മാക് ബുക്ക് പോലെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പോലെ ഉപയോഗിക്കാൻ പറ്റുമോ? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന എൻ്റെ ഐപാഡ് എയർ M2 13 ഇഞ്ചിൻ്റെയാണ്. നിങ്ങൾക്ക് ഏതൊരു ഐപാഡും ഇതിനു വേണ്ടി ഉപയോഗിക്കാം, പക്ഷേ M സീരീസ് ചിപ്സെറ്റ് ആയിരിക്കണം എന്ന് മാത്രം. M1, M2, M3 എന്നിങ്ങനെയൊക്കെ. ബൈ ദ വേ ഈ വീഡിയോയിൽ ഞാൻ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് സെക്ഷനിൽ കാണും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാലും മതി. ഓക്കെ, ഐപാഡ് ഒപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു മോണിറ്റർ. എൻ്റെ ഐപാഡ് 13 ഇഞ്ചിൻ്റെയാണ്. ഞാൻ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മാക് ബുക്ക് എയറും 13 ഇഞ്ച് തന്നെയാണ്. സോ മാക് ബുക്കിൻ്റെ ഐപാഡിൻ്റെയും സ്ക്രീനൊക്കെ ഏകദേശം ഒരേ സൈസ് ആണെങ്കിലും നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിയൽ എസ്റ്റേറ്റ് വേണം. അതിനായിട്ട് വലിയൊരു മോണിറ്റർ വേണം. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, നിങ്ങളുടെ ഐപാഡിന് 4K മോണിറ്ററിലേക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. സോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് LGയുടെ അൾട്രാ ഫൈൻ 27 ഇഞ്ച് 4K 60 ഹെർട്സിൻ്റെ ഒരു മോണിറ്ററാണ്. ഇത് ഞാൻ വാങ്ങാനുള്ള 3 കാരണങ്ങൾ: 1 LG ആണ്, 2 ഇതൊരു IPS ഡിസ്പ്ലേ ആണ്, 3 90% sRGB കളർ ഗാമറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശം, കളർ ഗ്രേഡിംഗ് ആണ്, ഫോട്ടോഷോപ്പ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും. ബട്ട് 60 ഹെർട്സ് മാത്രമേ ഉള്ളൂ. സോ ഗെയിമിങ്ങിന് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് 2 HDMI ഇൻപുട്ട് പോർട്ടുകൾ കാണാം, ഒരു ഡിസ്പ്ലേ പോർട്ടും കാണാം, ഒരു ഹെഡ്ഫോൺ ഔട്ടും കാണാം. ബൈ ദ വേ ഈ മോണിറ്ററിന്റെ ഫുൾ റിവ്യൂ വേണോ വേണ്ടിയോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ഈ മോണിറ്റർ ഓർഡർ ചെയ്ത സമയത്ത് എനിക്ക് ഇതിന്റെ കൂടെ HDMI കേബിൾ വരുമോ ഇല്ലയോ, അത് ഏത് വേർഷൻ ആയിരിക്കും എന്നൊക്കെ ഡൗട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു HDMI കേബിൾ ഓർഡർ ചെയ്തു. ഇത് ഹണിവെല്ലിന്റെ ഒരു 8K 60 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം കേബിളിന്റെ നീട്ടമുള്ള ഒരു HDMI to HDMI കേബിളാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇനി അടുത്ത പ്രശ്നം, നമ്മുടെ മോണിറ്ററിൽ HDMI ഇൻപുട്ട് ഉണ്ട്, എന്നാൽ നമ്മുടെ ഐപാഡിൽ HDMI ഔട്ട് ഇല്ല. സോ നമ്മുടെ ടൈപ്പ് സി പോർട്ടിനെ HDMI ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരു കൺവേർട്ടർ അല്ലെങ്കിൽ ഡോങ്കിൾ അല്ലെങ്കിൽ അഡാപ്റ്റർ വേണം. ഞാൻ ആദ്യം ഒരു അഡാപ്റ്റർ ഒക്കെ മേടിക്കാൻ പ്ലാൻ ഇട്ടു, പക്ഷേ ഞാൻ ഓൾറെഡി എൻ്റെ മാക് യൂസ് ചെയ്യുന്നുണ്ട്. മാക്കിൻ്റെ ഒപ്പം ഒരു ബെൽക്കിൻ്റെ 11-in-1 ടൈപ്പ് സി പോർട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ട്. അതിനകത്ത് HDMI ഔട്ട്പുട്ട് ഉണ്ട്. ഇത് മാക്കിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഐപാഡിലേക്ക് കുത്താൻ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ചെറിയ അഡാപ്റ്റർ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാൻ നിങ്ങളുടെ സൗകര്യം. അത് കുത്തിയ ശേഷം നിങ്ങളുടെ HDMI കേബിൾ അതിലേക്ക് കുത്തുക, മോണിറ്ററിന്റെ ബാക്കിലേക്ക് കുത്തുക. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ കുത്തിയപ്പോൾ എൻ്റെ കിളി പോയി. കാരണം സ്ക്രീന് കാണുന്നുണ്ട്, പക്ഷെ മൊത്തം പച്ച വരെയാണ്. പുതിയ മോണിറ്റർ ആയിട്ട് പച്ച വരെ വന്നു എന്ന് വിചാരിച്ചുവെങ്കിലും പിന്നെയാണ് ഒരു കാര്യം മനസ്സിലായത്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കൂടെ വന്ന HDMI കേബിൾ ഉണ്ടല്ലോ, അത് HDMI 1.4 വേർഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ മോണിറ്ററിന് HDMI 1.4ഉം HDMI 2.0 സപ്പോർട്ട് ചെയ്യാൻ പറ്റും. HDMI 2.0 ഡീഫോൾട്ട് ആയിട്ട് കിടന്നത്. അത് ഞാൻ 1.4ലേക്ക് മാറ്റിയപ്പോൾ സാധനം പക്കയായിട്ട് സ്ട്രീം ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ഈ ഒരു പ്രശ്നം ഞാൻ മേടിച്ച ഹണിവെല്ലിന്റെ കേബിൾ കുത്തിയപ്പോൾ ഉണ്ടായില്ല. അത് HDMI 2.0 തന്നെ വർക്ക് ചെയ്തു. ശരി, ഇനി അടുത്ത നിങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഐപാഡ് iOS 26ലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. 26 ഇപ്പോൾ ലേറ്റസ്റ്റ് 26.1 ആയിക്കോട്ടെ എന്തായാലും. കാരണം അത് ചെയ്താലേ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ പോലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത മുകളിൽ ഒരു മെനു ബാർ ഇല്ലേ, മെനു ബാർ വരിക, റീസൈസ് ചെയ്യാൻ പറ്റുക, മിനിമൈസ്, ക്ലോസ് ഇതൊക്കെ ചെയ്യാൻ പറ്റുക, സ്റ്റേജ് മാനേജർ. എന്തിന് നിങ്ങൾ കുത്തുന്ന മൗസിന് പോയിന്ററായിട്ട്, അതായത് നേരത്തെ ഒരു ജസ്റ്റ് വട്ടമായിരുന്നു, ഇപ്പോൾ പോയിന്ററായിട്ട് വരെ കാണിക്കണമെങ്കിൽ iOS 26ലേക്ക് iPadOS 26ലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. ആൻഡ് കഴ്സറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൗസ് നിങ്ങൾ കണ്ടു കാണും. MX Master 2S എന്ന് പറയുന്ന മൗസാണ് ഞാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാത്തതിൻ്റെ കാര്യം ഇതുവരെ എനിക്കിതിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ പുതിയ വേർഷൻസ് ഒക്കെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ആൻഡ് MX Master തന്നെ ഞാൻ പ്രിഫർ ചെയ്യാൻ കാരണം ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ സൈഡ് സ്ക്രോളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ കുറച്ചുകൂടി എളുപ്പം ഈ ഒരു മൗസാണ്. ഇത് ബ്ലൂടൂത്ത് മൗസാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വയേർഡ് മൗസ് യൂസ് ചെയ്യാം. കാരണം എൻ്റെ ഡോങ്കിളിൽ USB പോർട്ട് ഉള്ളതുകൊണ്ട് വയേർഡ് മൗസ് കുത്താനായിട്ട് പറ്റും. ബട്ട് പ്രിഫറബിൾ ഒരു ബ്ലൂടൂത്ത് മൗസ് തന്നെയാണ്. ഇനി അടുത്തത് നമുക്കൊരു കീബോർഡ് വേണം. കീബോർഡിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ കയ്യിലുള്ള ഒരു മെക്കാനിക്കൽ കീബോർഡാണ്, Blitzwolf എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇത് പണ്ട് തൊട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ഇത് വയേർഡ് കീബോർഡാണ്. സോ എൻ്റെ ഡോങ്കിളിലേക്ക് ഞാൻ കുത്തുവാണ്. ബട്ട് ഞാൻ വേറൊരു സജഷൻ തരാം. അതായത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഐപാഡിൻ്റെ കൂടെയുള്ള കേസ് ഇത് ജനറിക് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് കേസാണ്. ഇതിന് പകരം വേണമെങ്കിൽ ആപ്പിളിന് തന്നെ കീബോർഡ് കേസ് കിട്ടും. അത് മേടിക്കുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയാലും കുഴപ്പമില്ല. കീബോർഡ് കേസ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കീബോർഡിൻ്റെയും മൗസിൻ്റെയും ആ ഒരു വയറും കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ സാധനങ്ങൾ ഒഴിവാക്കാം. ഇനി ഹാർഡ്വെയർ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിനകത്തേക്ക് iPadOS-നകത്തേക്ക് സെറ്റിംഗ്സിനകത്തേക്ക് പോകാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എൻ്റെ പുതിയ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ടേബിളാണ്. ഗ്രീൻസോൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഈ ടേബിൾ ഞാൻ മുകളിലത്തെ സെക്ഷനിലാണ് മോണിറ്റർ വെച്ചേക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ മിഡിലായിട്ടാണ് എൻ്റെ ഐപാഡ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഐപാഡിനെ സെറ്റിംഗ്സിൽ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് കിടക്കുന്നത് മിറർ മോഡാണ്. എന്താണ് ഐപാഡിൽ കാണുന്നത് അത് തന്നെ നിങ്ങൾക്ക് മുകളിലുള്ള സ്ക്രീനിലും കാണും. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ എക്സ്റ്റെൻഡഡ് മോഡിലേക്ക് ഇടുക എന്നുള്ളതാണ്. സ്റ്റേജ് മാനേജർ അല്ലെങ്കിൽ മൾട്ടി വിൻഡോ ഓൺ ആക്കി കഴിഞ്ഞാലാണ് ഈ ഒരു എക്സ്റ്റെൻഡഡ് മോഡ് വരുന്നത്. താഴെ അറേഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഐപാഡ് താഴെയും സ്ക്രീൻ മുകളിലും ആണല്ലോ. നിങ്ങളുടെ ഐപാഡ് എവിടെയാണ് ഇരിക്കുന്നത് അതിനനുസരിച്ച് ഐപാഡിൻ്റെ പൊസിഷൻ
മാറ്റിയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ താഴെ ഐപാഡിലുള്ളൊരു സാധനം എടുത്ത് ഡ്രാഗ് ചെയ്ത് വേണമെങ്കിൽ മുകളിലുള്ള സ്ക്രീനിൽ കൊണ്ടിടാം. മുകളിലുള്ള സ്ക്രീനിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് തിരിച്ച് ഐപാഡിലേക്ക് കൊണ്ടുവരാം. ആ ഒരു സീംലെസ് ആയിട്ടുള്ള കണക്ടിവിറ്റി ഇതിലൂടെ കിട്ടും. ഇനി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനാണ് പൊതുവെ ഐപാഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഐപാഡിനകത്ത് ലൂമ ഫ്യൂഷൻ ആപ്ലിക്കേഷൻ മുകളിൽ വലിയ സ്ക്രീനിൽ ഓപ്പൺ ആക്കി വെക്കും. അതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യേണ്ട ആസറ്റ്സ് അല്ലേ, വീഡിയോസൊക്കെ, അതൊക്കെ താഴത്തെ സ്ക്രീനിൽ ഞാൻ വെക്കും. ഓക്കെ, ഇനി സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ അനുഭവപ്പെടാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഇതിനകത്തൊരു പാട്ട് പ്ലേ ചെയ്തു, ഐപാഡിനകത്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത സാധനം പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ സ്ക്രീനിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്, പക്ഷേ ശബ്ദം കേൾക്കുന്നില്ല. ഈ ശബ്ദം കേൾക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുത്തിയിരിക്കുന്ന HDMI കേബിൾ ഉണ്ടല്ലോ, അതിനകത്ത് ആക്ച്വലി ഓഡിയോ ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ മോണിറ്ററിനകത്ത് ഇൻബിൽഡ് ആയിട്ട് സ്പീക്കർ ഇല്ല, പക്ഷേ പുറകിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതുകൊണ്ട് ഐപാഡ് ശരിക്കും ഓഡിയോ പ്ലേ ചെയ്യുന്നത് ആ പുറകിലുള്ള ഹെഡ്ഫോൺ ജാക്ക് നിങ്ങളൊരു സ്പീക്കറിലേക്കോ അല്ലെങ്കിൽ ഹെഡ്ഫോണിലേക്കോ കണക്ട് ചെയ്താലേ കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടി, ഇപ്പോൾ ഐപാഡ് നടുവിലാണ് എന്നുണ്ടെങ്കിൽ ഐപാഡിൻ്റെ കൺട്രോൾ പാനലിൽ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് വലിച്ചിട്ട് ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോൻ്റെ ഔട്ട്പുട്ട് സോഴ്സ് ആ ഒരു മോണിറ്ററിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ ഐപാഡ് ആക്കി കഴിഞ്ഞാൽ ഐപാഡിൽ ഓൾറെഡി 4 നല്ല കിഡ്ലൻ സ്പീക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ച് കേൾക്കാനായിട്ട് പറ്റും. സോ ഐപാഡ് ഒരു ഡെസ്ക്ടോപ്പ് സെറ്റപ്പ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഞാൻ ഈ കാണിച്ചത്. പക്ഷേ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ ഡോങ്കിൾ ഇഷ്ടപ്പെടണം എന്നില്ല. നിങ്ങളൊരു ബ്ലൂടൂത്ത് കീബോർഡ് മൗസ് മേടിച്ചു, അല്ലെങ്കിൽ ആപ്പിളിൽ തന്നെ കീബോർഡ് കേസൊക്കെ മേടിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു ഡോങ്കിൾ കുത്തുന്നത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെയാണ്. ഇത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടൈപ്പ് സി ടു ഡിസ്പ്ലേ പോർട്ട് അഡാപ്റ്റർ മേടിക്കാം. എൻ്റെ മോണിറ്റർ 4K 60Hz സപ്പോർട്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട് ഞാൻ 4K 60Hz സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കേബിളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് മിനിമം 4K 60Hz എങ്കിലും വേണം, ഓർ അതിന് മുകളിലായാലും കുഴപ്പമില്ല, ബട്ട് അതിൻ്റെ താഴെ പോകാതിരിക്കുക. അപ്പോൾ ഈ ഒരു കേബിൾ നിങ്ങൾ മേടിച്ചിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഐപാഡിലേക്ക് കുത്തുക, എന്നിട്ട് മറ്റേ അറ്റം നിങ്ങളുടെ മോണിറ്ററിലുള്ള ഡിസ്പ്ലേ പോർട്ടിലേക്ക് കുത്തി കഴിഞ്ഞാൽ ഡൺ. അത്രേ ഉള്ളൂ. സാധനം HDMI-നെക്കാളും കുറച്ചുകൂടെ ക്ലിയർ ആണെന്ന് മാത്രമല്ല, ഇതിനകത്ത് HDR മോഡും കൂടി സപ്പോർട്ട് ചെയ്യും. കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രെയിം റേറ്റും ക്രിസ്പ് ആയിട്ടുള്ള വിഷ്വൽസും ഈ ഒരു സെറ്റപ്പിൽ കാണാൻ പറ്റും. ഇനി ഇതിലും ഡിസ്പ്ലേ പോർട്ട് 1.4 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വെർഷൻ മേടിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ ഈ USB-C ഡിസ്പ്ലേ പോർട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഒരൊറ്റ പോർട്ടേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ പോർട്ടിലേക്ക് കുത്താനായിട്ട് പറ്റില്ല. അതിന് രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾ SSD എന്നൊക്കെയാണ് ഡേറ്റ കോപ്പി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു SSD കുത്തണമെങ്കിൽ ഡിസ്പ്ലേ പോർട്ട് ഊരി SSD കുത്തി ഡേറ്റ കോപ്പി ചെയ്ത് തിരിച്ച് ഡിസ്പ്ലേ പോർട്ട് കുത്തേണ്ടി വരും. ഇതിന് വേറെ സൊല്യൂഷൻ, ചില കീബോർഡ് കേസുകളിൽ എക്സ്ട്രാ ആയിട്ടൊരു USB-C പോർട്ട് ഉണ്ടാവും. അതിൽ കൂടെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും, മറ്റേ പോർട്ടിൽ കൂടി ഒരു ഡിസ്പ്ലേ പോർട്ട് കുത്താൻ പറ്റും. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് മാത്രമേ ഉള്ളൂ ഒരു ഡ്രോബാക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഐപാഡിനെ ഒരു മാക്കിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒരു ഡെസ്ക് സെറ്റപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.